ഹായ് വെൽക്കം ബാക്ക്. സർക്കിൾസ് ചാപ്റ്ററിലെ പേജ് നമ്പർ 61 ടു കോഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് തിയറം ഇതാണ്. ഇവിടെ രണ്ട് കോഡ്സ്, കോഡ് എ ബിയും കോഡ് സി ഡിയും പി എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. കോഡ് എ ബി ആൻഡ് കോഡ് സി ഡി ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് പി. നമ്മളിവിടെ പി എയും പി ബിയും ഈ കോഡ് എ ബിയുടെ പാർട്സ് എന്ന് പറയാൻ പറ്റും. പി എ ആൻഡ് പി ബി ആർ ദ പാർട്സ് ഓഫ് ദ കോഡ് എ ബി. അതുപോലെ തന്നെ പി സിയും പി ഡിയും കോഡ് സി ഡിയുടെ പാർട്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ തിയറം പറയുന്ന ഇതാണ്: if two chords of a circle intersect within the circle, then the product of the parts of the two chords are equal. അതായത് രണ്ട് കോഡ്സ് ഒരു സർക്കിളിനുള്ളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ആ കോഡ്സിൻ്റെ പാർട്സിൻ്റെ പ്രോഡക്ട്സ് ഈക്വൽ ആയിരിക്കും. അതായത് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. If two chords intersect within the circle, product of the parts of the chords are equal. നമ്മളിത് രണ്ട് ട്രയാങ്കിൾ ആക്കിയിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിളാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതായത് ദീസ് ട്രയാങ്കിൾസ് ഹാവ് സെയിം ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും എന്നുള്ള തിയറം നമ്മൾ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ പ്രൂഫ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഒരു തിയറം കിട്ടി: if two chords of a circle intersect within the circle, then the product of the parts of the two chords are equal. So here very important, PA into PB is equal to PC into PD. Here one more theorem is given based upon this theorem. Theorem is this: if two chords of a circle intersect within the circle, then the rectangles formed by the parts of the same chord have equal area. ഇവിടെ രണ്ട് കോഡ്സ് ഉണ്ടല്ലോ, എ ബിയും സി ഡിയും. കോഡ് എ ബിയുടെ പാർട്സ് ആണ് പി എയും പി ബിയും. ഈ പി എ ലെങ്തും പി ബി ബ്രെഡ്ത്തും ആയിട്ടെടുത്ത് നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, പി ബി ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തിട്ടാണ് ആർക്ക് വരച്ച് പി ബി ബ്രെഡ്ത്ത് ആയിട്ട് എടുത്തിട്ടാണ് ഈ റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നത്. അതായത് ദിസ് റെക്റ്റാങ്കിൾ ഈസ് ഡ്രോൺ വിത്ത് പാർട്സ് ഓഫ് ദ കോഡ് എ ബി ആസ് സൈഡ്സ്. കോഡ് എ ബിയുടെ പാർട്സ്, അതായത് പി എയും പി ബിയും ലെങ്തും ബ്രെഡ്ത്തും ആയിട്ടാണ് ഈ റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോഡ് സി ഡിയുടെ പാർട്സ് ആണ് പി സിയും പി ഡിയും. ഈ പി സിയും പി ഡിയും സൈഡായിട്ട് എടുത്തിട്ടാണ് ഈ താഴത്തെ റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പി എ ഇൻറ്റു പി ബി ഈസ് പി സി ഇൻറ്റു പി ഡി ആണ്. പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്സ്. അതുപോലെ തന്നെ പി സി ഇൻറ്റു പി ഡി, പി സിയും പി ഡിയും ആണ് ഈ താഴത്തെ റെക്റ്റാങ്കിളിൻ്റെ സൈഡ്സ്. അപ്പോൾ പി സിയും പി ഡിയും സൈഡ് എടുത്തിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പി സി ഇൻറ്റു പി ഡി ആയിരിക്കും അല്ലേ. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെയും ഈ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. പാർട്സ് ഓഫ് ദ സെയിം കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഈ മുകളിലെ റെക്റ്റാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത് കോഡ് എ ബിയുടെ പാർട്സായ പി എയും പി ബിയും ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ഈ താഴത്തെ റെക്റ്റാങ്കിൾ ഫോം ചെയ്തിരിക്കുന്ന കോഡ് സി ഡിയുടെ പാർട്സായ പി സിയും പി ഡിയും ഉപയോഗിച്ചാണ് അല്ലേ. ഈ പി ഡി ലെങ്ത് തന്നെയാണ് നമ്മൾ താഴോട്ട് വരച്ചിരിക്കുന്നത്, ഇതിൻ്റെ ലെങ്തായിട്ട് വരച്ചിരിക്കുന്നത്. ഈ തീരത്തിൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ കേസാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 64 ഇവിടെ ടു കോഡ്സിൽ ഒരു കോഡ് ഡയമീറ്റർ ആയിരിക്കും. കോഡ് എ ബി ഈസ് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ സെക്കൻഡ് കോഡ് സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയമീറ്റർ. So we will see the case when these two chords intersect at a point within the circle. നമുക്ക് നമ്മുടെ തിയറം അപ്ലൈ ചെയ്യാം. ഈ ടു കോഡ്സ് ഇൻ്റർസെക്റ്റ് വിതിൻ ദ സർക്കിൾ, പ്രോഡക്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് ദ കോഡ്സ് ആർ ഈക്വൽ. അതുകൊണ്ട് പി എ ഇൻറ്റു പി ബി പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. ഇഫ് ഐ ടേക്ക് എ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആസ് ഒ, വി ക്യാൻ സേ ദാറ്റ് ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി. കാരണം നമ്മൾ സി ഡി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന്
അതിൻ്റെ ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ആ കോഡിനെ ബൈസെക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. സോ ഹിയർ ഒ പി ബൈസെക്ട് സി ഡി. അതുകൊണ്ട് നമുക്ക് ഇവിടെ പി സിയും പി ഡിയും ഈക്വൽ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. നമ്മുടെ തീറോ ഇതായിരുന്നു, പി എ ഇൻറ്റു പി ബി ഈസ് പി സി ഇൻറ്റു പി ഡി. നമുക്കിവിടെ പി സിയും പി ഡിയും ഈക്വൽ ആയിട്ട് കിട്ടി. റീസൺ എന്താണ്? പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. അപ്പോൾ നമുക്കിവിടെ പി ഡിക്ക് വരാം, പി ഡി ഈസ് ഈക്വൽ ടു പി സി എന്ന് നമുക്ക് കിട്ടി അല്ലേ. പി ഡിക്ക് വരം പി സി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് പി എ ഇൻറ്റു പി ബി ഈസ് പി സി ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് പി ഡി ഈസ് സെയിം ആസ് പി സി ഉള്ളി, പി സി അയക്കാൻ ചെയ്യും. അപ്പോൾ പി സി ഇൻറ്റു പി സി ഈസ് പി സി സ്ക്വയർ എന്ന് കിട്ടും. അതായത് പി എ ഇൻറ്റു പി ബി ഈസ് ഇക്വൽ ടു പി സി സ്ക്വയർ എന്ന് കിട്ടും. ഈ തിയറം നമുക്കിങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. വി ക്യാൻ സ്റ്റേറ്റ് ദ തിയറം ലൈക്ക് ദിസ്: ദ പ്രോഡക്റ്റ് ഓഫ് ദ പാർട്സ് into which diameter of a circle is cut by a perpendicular chord is equal to the square of half the chord. ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിനെ ഒരു പെർപെൻഡിക്കുലർ കോഡ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഡയമീറ്ററിൻ്റെ പാർട്സിൻ്റെ പ്രോഡക്റ്റ് ഏതിന് ഈക്വൽ ആയിരിക്കും? ആ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയറിൽ ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ ഡയമീറ്റർ എ ബി ആണ്. ഡയമീറ്റർ എ ബിനെ സി ഡി എന്ന പെർപെൻഡിക്കുലർ കോഡ് കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഡയമീറ്ററിൻ്റെ പാർട്സിൻ്റെ പ്രോഡക്റ്റാണ് പി എയും പി ബിയും. അതായത് പി എ ഇൻറ്റു പി ബി, ഈ കോഡിൻ്റെ ഹാഫ്, കോഡ് സി ഡി ആണ്, അതിൻ്റെ പകുതി വരുന്ന പി സി, അതിൻ്റെ സ്ക്വയർ പി സി സ്ക്വയർ ആയിരിക്കും. അതായത് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആയിരിക്കും. ഇവിടെ നമുക്ക് പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ പി എ ലെങ്തും പി ബി ബ്രെഡ്ത്തുമായിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിട്ട് പറയാം അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് അല്ലേ. അപ്പോൾ പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പി എ ലെങ്തും പി ബി ബ്രെഡ്ത്തുമായിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയിരിക്കും. പി സി സ്ക്വയർ, അതായത് പി സി എന്ന സൈഡിൻ്റെ സ്ക്വയർ, സൈഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി എ ലെങ്തും പി ബി ബ്രെഡ്ത്തുമായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അത് ഏതിന് ഈക്വൽ ആയിരിക്കും? പി സി സൈഡായിട്ട് വരുന്ന സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ തിയറമായിട്ട് പറയുന്നുണ്ട്. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഫോംഡ് ഓഫ് പാർട്സ് ഇൻറ്റു വിച്ച് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ് ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഫോംഡ് ബൈ ഹാഫ് ദ കോഡ്. അതായത് ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററിനെ അതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ കോഡ് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഡയമീറ്ററിൻ്റെ പാർട്സ് സൈഡായിട്ട് വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഏതിന് ഈക്വൽ ആയിരിക്കും? ആ പെർപെൻഡിക്കുലർ കോഡിൻ്റെ ലെങ്തിൻ്റെ ഹാഫ് സൈഡായിട്ട് വരുന്ന സ്ക്വയറിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഡയമീറ്റർ എ ബി ആണ്. ഈ ഡയമീറ്റർ എ ബിനെ സി ഡി എന്ന പെർപെൻഡിക്കുലർ കോഡ് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഡയമീറ്ററിൻ്റെ പാർട്സ് ആണ് പി എയും പി ബിയും. ഇവിടെ ഞാൻ ഈ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് പി എയും ബ്രെഡ്ത്ത് പി ബിയും ആണ്. അതാണെങ്കിൽ ആർക്ക് വരച്ച് പി ബി ലെങ്ത് താഴോട്ട് എടുത്തിട്ടുണ്ട്. അത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇവിടെ ഈ പെർപെൻഡിക്കുലർ നീളത്തിൻ്റെ ഹാഫാണ് പി സി. ഇവിടെ ഈ വരച്ചിരിക്കുന്ന പി സി സൈഡായിട്ട് വരുന്ന സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഇങ്ങനെയാണ്: പി എ ഇൻറ്റു പി ബി ഈസ് പി സി സ്ക്വയർ. പി എ ഇൻറ്റു പി ബി എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. പി സി ഇസ് ദ സൈഡ് ഓഫ് ദ റെക്റ്റാങ്കിൾ. സോ വാട്ട് ഈസ് പി സി സ്ക്വയർ? സൈഡ് സ്ക്വയർ. അതായത് ഈ സ്ക്വയറിൻ്റെ ഏരിയ ആയിരിക്കും. അതായത് നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഈ സ്ക്വയറിൻ്റെ ഏരിയയും ഈക്വലാന്ന് കിട്ടും. ഏത് കേസിൽ? വെൻ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കട്ട് ബൈ പെർപെൻഡിക്കുലർ കോഡ്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 67 സെക്കൻഡ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. ആദ്യം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഡ്രോ എ റെക്ടാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഇവിടെ ലെങ്തിനും ബ്രെഡ്ത്തിനും പകരം വിഡ്ത്തും ഹൈറ്റുമാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ഏതാണ്? ഇതിൻ്റെ ലെങ്ത് തന്നെ ആയിരിക്കും. ഹൈറ്റ് ബ്രെഡ്ത്തായിട്ടും എടുക്കാം. ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ.
അതായത് വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ. വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആയിട്ട് ഇതേ ഏരിയ ഉള്ള വേറൊരു റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കണം. ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. If two chords of a circle intersect within a circle, then the rectangles formed by the parts of the same chord have equal area. ആ തീറ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് എത്രയായിരിക്കണം? 6 സെൻറ്റിമീറ്റർ ആയിരിക്കണം അല്ലേ. തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്. ബട്ട് വി ഹാവ് ടു കൺസ്ട്രക്ട് എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ കൂടെ 1 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യണം. സോ ഇൻക്രീസ് ദിസ് 5 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ബൈ 1 സെൻറ്റിമീറ്റർ. അതായത് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആക്കുക. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആക്കുക. നമുക്കിതിന് പേര് കൊടുക്കാം. നമ്മൾ വരച്ചിരിക്കുന്ന റെക്റ്റാങ്കിളിന് ABCD എന്ന് പേര് കൊടുക്കാം. ABCD. ഇപ്പോൾ ഇവിടെ നമ്മൾ ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിന് E എന്ന് പേര് കൊടുക്കാം. നമുക്ക് സർക്കിളിൻ്റെ കോഡ്സ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ 3 സെൻറ്റിമീറ്റർ ലെങ്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ദിസ് ലൈൻ ആൻഡ് ദിസ് 3 സെൻറ്റിമീറ്റർ ലെങ്ത് യൂസിങ് എ കോമ്പസ്. കോമ്പസ് ഉപയോഗിച്ച് ഇവിടെ 3 സെൻറ്റിമീറ്റർ ലെങ്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇത് ടോട്ടൽ ഇത് 1 സെൻറ്റിമീറ്റർ ആണല്ലേ. ഇപ്പോൾ ടോട്ടൽ 6 സെൻറ്റിമീറ്റർ. ഈ AD എക്സ്റ്റെൻഡ് AD ഡൗൺവേഡ്സ്, AD താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ഈ 6 സെൻറ്റിമീറ്റർ ലെങ്ത് ആർക്ക് എടുത്ത് താഴെ മാർക്ക് ചെയ്യും. ഒരിക്കൽ കൂടി പറയാം. ആദ്യം നമ്മൾ AB ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 3 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വരയ്ക്കേണ്ട റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് AE എന്ന ലെങ്ത് കിട്ടി. ഇവിടെ AE 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. AD എന്ന ലൈൻ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ 6 സെൻറ്റിമീറ്റർ ലെങ്ത് എടുത്ത് ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. അതായത് ഇത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ദിസ് ഈസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് ഈസ് 6 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ തീറ അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു സർക്കിൾ ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ഒരു സർക്കിൾ കിട്ടണം. ആ സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3 പോയിന്റിൽ കൂടി ഈ പോയിന്റ് ഞാൻ F ആയിട്ട് എടുക്കുന്നു. ഈ പോയിന്റ് G ആയിട്ട് എടുക്കുന്നു. ഈ 3 പോയിന്റിൽ കൂടി അതായത് B, F and G. Draw a circle passing through these 3 points. ഈ 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 3 പോയിന്റ് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ജോയിൻ ദീസ് 3 പോയിന്റ്സ്. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതായത് ട്രയാങ്കിൾ FGBയുടെ സർക്കം സർക്കിള് ഈ 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യും. സോ വി ഹാവ് ടു ഡ്രോ എ സർക്കം സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ FGB. ഒരു ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ വരയ്ക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്കറിയാം. ഏതെങ്കിലും 2 സൈഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. ഡ്രോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി 2 സൈഡ്സ്. ഞാനിവിടെ FGയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നുണ്ട്. ആർക്ക് വരയ്ക്കുക. ആർക്ക് വരച്ചിട്ട് ആ ആർക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ GBയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. 2 സൈഡിലും ആർക്ക് വരയ്ക്കുക. ഓൺ ഐദർ സൈഡ്. ഇവിടെ നിന്ന് ഈ ആർക്ക് കട്ട് ചെയ്യുക. ഇത് കുറച്ചുകൂടി നീട്ടി വരയ്ക്കുക ഇവിടെ. ഇനി ഈ 2 ആർക്സ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ജോയിൻ ചെയ്യുക.
അതായത് ഒരു ട്രയാങ്കിളിൻ്റെ സർക്കിൾ വരയ്ക്കേണ്ട മെത്തേഡ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ. ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇതല്ലേ. ഇതായിരിക്കും ഈ സർക്കിളിൻ്റെ സർക്കം സെൻറ്റർ. ഇനി കോമ്പസ് ഉപയോഗിച്ച് ഈ സർക്കം സെൻറ്ററായിട്ടും ഏതെങ്കിലും ഒരു വെർട്ടിസസിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അതായത് ഈ പോയിന്റ് ആയിരിക്കും ആ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കിളിൻ്റെ സെൻറ്റർ, അതിൻ്റെ റേഡിയസ് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇപ്പം ഞാനിപ്പോൾ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആയി എടുക്കുന്നു. ഡ്രോ എ സർക്കിൾ, ഒരു സർക്കിൾ വരയ്ക്കുന്നു. നമുക്കറിയാം ഈ സർക്കിള് ഈ 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യും. ദ സർക്കിൾ പാസസ് ത്രൂ ദിസ് 3 പോയിന്റ്സ് ബി, ജി ആൻഡ് എഫ്. ഈ സർക്കിള് ലൈൻ എ ഡിയെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് ഞാൻ എച്ച് എന്ന് പേര് കൊടുത്തു. ഇവിടെ നമുക്ക് നമ്മുടെ തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. എ എഫ് ഇൻറ്റു എ ബി, എ എഫ് ഇൻറ്റു എ ബി ഈസ് ഈക്വൽ ടു എ ജി ഇൻറ്റു എ എച്ച് ആയിരിക്കും. അതായത് എ എഫും എ ബിയും സൈഡായിട്ട് എടുത്ത് വരയ്ക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഏതിന് ഈക്വലായിരിക്കും? എ ജിയും എ എച്ചും സൈഡായിട്ട് എടുത്ത് വരയ്ക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വലായിരിക്കും. എ എഫും എ ബിയും സൈഡ്സായിട്ട് എടുത്ത് വരച്ചിട്ടുള്ള റെക്റ്റാങ്കിളാണ് ഇവിടെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളത് അല്ലേ. എ എഫിൻ്റെ നീളം 3, എ ബിയുടെ നീളം 5. അതായത് 5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 3 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള റെക്റ്റാങ്കിൾ ഓൾറെഡി നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഏതിന് ഈക്വലായിരിക്കും? എ ജി ലെങ്തും എ എച്ച് ബ്രെഡ്ത്തുമായിട്ട് വരയ്ക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വലായിരിക്കും. ഇവിടെ എ ജി എത്രയാണ്? എ ജി 6 സെൻറ്റിമീറ്റർ. അത് ഏതിന് ഈക്വലാണ്? എ ഇക്ക് ഈക്വലാണ് അല്ലേ. എ ഇ 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എ ഇ ആയിരിക്കും നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്ന റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്. അതിൻ്റെ ബ്രെഡ്ത്ത് ഏതായിരിക്കണം? ബ്രെഡ്ത്ത് എ എച്ച് ആയിരിക്കണം. അപ്പോൾ എ എച്ച് ബ്രെഡ്ത്തും എ ഇ ലെങ്തുമായിട്ട് ഒരു റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഏതിന് ഈക്വലായിരിക്കും? തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വലായിരിക്കും. സോ ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് എ എച്ച് ആസ് വിഡ്ത്ത് ആൻഡ് എ ഇ ആസ് ലെങ്ത്. എ എച്ച് വിഡ്ത്തായിട്ട് എടുക്കാം. ഇവിടെ നിന്നൊരു ആർക്ക് വരയ്ക്കുക. അതുപോലെ അതിൻ്റെ ലെങ്ത് ഏതാണ്? ലെങ്ത് എ ഇ ആണ്. അപ്പോൾ ലെങ്ത് എ ഇ ആയിട്ടെടുത്ത് ഇവിടെ നിന്ന് ഈ ആർക്ക് കട്ട് ചെയ്യാം, ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് 6 സെൻറ്റിമീറ്റർ. ഞാനിവിടെ ഐ എന്ന് പേര് കൊടുക്കുന്നു. സോ എ ഇ ഐ എച്ച് ഈസ് ദ റിക്വയർഡ് റെക്റ്റാങ്കിൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ള റെക്റ്റാങ്കിൾ എ ഇ ഐ എച്ച് ആയിരിക്കും. അതിൻ്റെ ഏരിയ ഏതിന് ഈക്വൽ ആയിരിക്കും? തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ എ ബി സി ഡി, അതായത് വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്ററും ആയിട്ടുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിരിക്കും. ആക്ച്വലി നമ്മളിവിടെ തിയറം അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ഈ 2ന്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ. വീണ്ടും ഇതുപോലെ റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതായത് വിഡ്ത്ത് 5 സെൻറ്റിമീറ്ററും ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ ഉള്ള റെക്റ്റാങ്കിൾ വരയ്ക്കുക. സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പം നമുക്ക് രണ്ടാമത് പഠിച്ച ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. Area of the rectangle formed of parts into which a diameter of a circle is cut by a perpendicular chord is equal to the area of the square formed by half the chord എന്ന് പറഞ്ഞ ആ തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മളിവിടെ ഇത് 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ്. നമ്മളിവിടെ ലൈൻ എ ബി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ 3 സെൻറ്റിമീറ്റർ ഹൈറ്റ് line AB is extended. Take this 3 centimeter height and draw an arc here like this. അതായത് ഈ 3 സെൻറ്റിമീറ്റർ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടി. ഈ പോയിന്റ് ഞാൻ ഇ എന്ന് പേര് വിളിക്കുന്നു. ഇനി എ ഇ ഡയമീറ്റർ ആയിട്ട് എടുത്തൊരു സർക്കിൾ വരയ്ക്കണം.
എ ഇ ഡയമീറ്റർ ആയിട്ട് എടുത്ത് സർക്കിൾ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ഇ. എ ഇയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം, എങ്കിലാണ് നമുക്ക് അതിന്റെ സെന്റർ കിട്ടുള്ളൂ അല്ലേ. ടേക്ക് മോർ ദാൻ ഹാഫ് ഓഫ് എ ഇ, ഡ്രോ ദ ആർക്സ്. Join these two intersecting points. So this is the perpendicular bisector of AE. ഇനി ഈ പോയിന്റ് സെന്റർ ആയി എടുത്ത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം അല്ലേ. സെന്റർ ഈസ് ദിസ് പോയിന്റ് ആൻഡ് ഡിസ്റ്റൻസ് ടു എ ഈസ് ദ റേഡിയസ്. ഡ്രോ എ സർക്കിൾ. ആ സർക്കിൾ ഇ എന്ന പറയുന്ന പോയിന്റിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇത് 90 ഡിഗ്രി ആണ്. നൗ യു ഹാവ് ടു എക്സ്റ്റെൻഡ് ദ ലൈൻ ബി സി. ലെറ്റ് ദ ലൈൻ ബി സി മീറ്റ് ദ സർക്കിൾ അറ്റ് ദ പോയിന്റ് എഫ്. സോ വി ക്യാൻ അപ്ലൈ ദ തിയറം വി ലേൺഡ് ഹിയർ. ഒരു സർക്കിളിന്റെ ഡയമീറ്ററിനെ അതിന്റെ ഒരു പെർപെൻഡിക്കുലർ കോഡ് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഡയമീറ്ററിന്റെ പാർട്സിന്റെ പ്രോഡക്റ്റ് ആ കോഡിന്റെ ലെങ്തിന്റെ ഹാഫിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ ഡയമീറ്ററിന്റെ പാർട്സ് എ ബിയും ബിയും ആണ്. അതിന്റെ പ്രോഡക്റ്റ് എ ബി ഇൻറ്റു ബി ഇ ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ കോഡ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഡ് തന്നെയായിട്ടാണ് കിട്ടുന്നത്. ഈ കോഡിന്റെ ഹാഫ് ലെങ്ത് ആണ് ബി എഫ്, അതിന്റെ സ്ക്വയർ ബി എഫ് സ്ക്വയർ. അതായത് എ ബി ഇൻറ്റു ബി ഈസ് ഇക്വൽ ടു ബി എഫ് സ്ക്വയർ ആയിരിക്കും. ഇവിടെ ബി സിയുടെ നീളം ബി തന്നെയാണ്. അതായത് എ ബിയും ബി ഇയും സൈഡായിട്ട് എടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ആണ് ഈ വരച്ചിരിക്കുന്നത്. അതിന്റെ ഏരിയ ഏതിന് ഈക്വൽ ആയിരിക്കും? ബി എഫ് സൈഡായിട്ട് വരുന്ന സ്ക്വയറിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ റെക്റ്റാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ബി എഫ് സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയർ വരച്ചാൽ മതി. സോ ടേക്ക് ദ ലെങ്ത് ഓഫ് ബി എഫ്, ഡ്രോ എ സ്ക്വയർ. ബി എഫ് സൈഡായിട്ടൊരു സ്ക്വയർ വരയ്ക്കുക. ഒരു സൈഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഈസി ആയിട്ട് വരയ്ക്കാമല്ലോ. സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ഈക്വൽ. So BFGH is the required square. We got BFGH as the square which is having same area as the given rectangle. അതായത് വിഡ്ത്ത് 5 സെന്റിമീറ്ററും ഹൈറ്റ് 3 സെന്റിമീറ്ററും വരുന്ന റെക്ടാങ്കിളിന്റെ സെയിം ഏരിയ ആയിരിക്കും നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന സ്ക്വയറിൻ്റെത്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് ദിസ്: ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. I have drawn here a rectangle of area 15 square centimeter. അതായത് ലെങ്ത് 5 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 3 സെന്റിമീറ്ററും വരുന്ന ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കും. നമുക്ക് വരയ്ക്കേണ്ടത് ഇതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ ആണ്. അതായത് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ പ്രവൃത്തി ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഫസ്റ്റ് വി വിൽ എക്സ്റ്റെൻഡ് ദ സൈഡ് എ ബി. സൈഡ് എ ബി എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ഈ 3 സെന്റിമീറ്റർ ലെങ്ത്, ടേക്ക് ദിസ് 3 സെന്റിമീറ്റർ ലെങ്ത് ടുവേഴ്സ് റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിലേക്ക് വരയ്ക്കാം. ഇത് എത്രയായിരിക്കും? ഇത് 3 സെന്റിമീറ്റർ ആയിരിക്കും. ഈ പോയിന്റിന് ഇ എന്ന് പേര് കൊടുക്കാം. കഴിഞ്ഞ പ്രവൃത്തി ചെയ്ത പോലെ തന്നെ എ ഇ ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ വരയ്ക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എ ഇയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ. ടേക്ക് മോർ ദാൻ ഹാഫ് ഓഫ് എ ഇ, ഡ്രോ ദ ആർക്സ് അപ്പ് സൈഡ് ആൻഡ് ഡൗൺ സൈഡ്. And from this point cut these arcs. Join these two intersecting points. ഇതായിരിക്കും എ ഇയുടെ സെന്റർ. സോ ടേക്ക് ദിസ് പോയിന്റ് ആസ് സെന്റർ and distance to any of the point A or E as radius. Draw a circle. സർക്കിൾ വരയ്ക്കണോ നിർബന്ധമൊന്നുമില്ല, സെമി സർക്കിൾ ആയാലും മതി. കഴിഞ്ഞ പ്രവൃത്തി ചെയ്ത പോലെ തന്നെ ഇവിടെ ബി സി എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. അത് ഈ സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എച്ച് ആയിട്ട് എടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഇവിടെ എ ബി ഇൻറ്റു ബി ഇ ഏതായിരിക്കും? ബി എച്ച് സ്ക്വയർ ആയിരിക്കും അല്ലേ. വാട്ട് ഇസ് ദ റീസൺ? പ്രോഡക്റ്റ് ഓഫ് ദ പാർട്സ് ഇൻറ്റു വിച്ച് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് കട്ട് ബൈ എ പെർപെൻഡിക്കുലർ കോഡ് ഈസ് ഈക്വൽ ടു
സ്ക്വയർ ഓഫ് ഹാഫ് ദ കോഡ്, അതായത് എ ബി ഇൻറ്റു ബി ഇ ബി എച്ച് സ്ക്വയർ ആയിരിക്കും. എ ബിയും ബിയും ലെങ്തും ബ്രെഡ്ത്തുമായിട്ട് എടുത്ത് വരയ്ക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ബി എച്ച് സൈഡായിട്ട് എടുത്ത് വരയ്ക്കുന്ന സ്ക്വയറിൻ്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. സോ ടേക്ക് ബി എച്ച് ആ സൈഡ്, ഡ്രോ എ സ്ക്വയർ. ബി എച്ച് സൈഡായിട്ട് എടുത്ത് ഒരു സ്ക്വയർ വരയ്ക്കുക. Sides are equal. So I have shaded here area of the required square. BHIF is the required square with area 15 square centimeter. Fourth question ആണ്, draw a square of area 5 square centimeter in 3 different ways. ഇതിൻ്റെ മെത്തേഡ് മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. റഫ് ഡയഗ്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഒറിജിനൽ ഡയഗ്രാം യു ഹാവ് ടു ഡ്രോ യുവർ സെൽഫ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മെത്തേഡ് മാത്രം പറഞ്ഞു തരാം. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ തേർഡ് പ്രോബ്ലം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. തേർഡ് പ്രോബ്ലം എങ്ങനെയായിരുന്നു ഒന്നുകൂടി നോക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ, അതായത് 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ വേണ്ടി നമ്മൾ 15നെ 5 ഇൻറ്റു 3 എന്ന് എഴുതി 5 സെൻറ്റിമീറ്റർ ലെങ്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ട് സെയിം ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചിരിക്കുന്നു അല്ലേ. അതേ മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യാം. ഇവിടെ 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 5നെ നമുക്ക് 5 ഇൻറ്റു 1 എന്ന് എഴുതാം അല്ലേ. 5 സെൻറ്റിമീറ്റർ ലെങ്തും 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ആ റെക്റ്റാങ്കിളിനെ ഒരു സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, സെയിം ഏരിയ ഉള്ള. അതായത് തേർഡ് പ്രോബ്ലം എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്തത് അതേ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. സെക്കൻഡ് മെത്തേഡും തേർഡ് മെത്തേഡും പൈതോറസ് തിയറം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏരിയ 5 കിട്ടണമെങ്കിൽ സൈഡ് എന്തായിരിക്കണം? സൈഡ് സ്ക്വയർ റൂട്ട് 5 ആയിരിക്കണം അല്ലേ. സ്ക്വയർ റൂട്ട് 5 ഹോൾ സ്ക്വയർ ആണ് 5. അപ്പോൾ നമുക്കിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാം. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് 2 സെൻറ്റിമീറ്ററും ഹൈറ്റ് 1 സെൻറ്റിമീറ്ററും ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് ഇവിടെ ഹൈപ്പോട്ടനസ് എ സി ആണ്. എ സി സ്ക്വയർ ഈസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. എ ബി സ്ക്വയർ 1 സ്ക്വയർ, ബി സി സ്ക്വയർ 2 സ്ക്വയർ, എ സി സ്ക്വയർ 5 എന്ന് കിട്ടും. അപ്പോൾ എ സി എന്തായിരിക്കും? എ സി സ്ക്വയർ റൂട്ട് 5 ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് എ സി സൈഡായിട്ട് എടുത്ത് ഒരു സ്ക്വയർ വരയ്ക്കാം. എ സി സൈഡായിട്ട് സ്ക്വയർ വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? എ സിയുടെ ലെങ്ത് കോമ്പസ് ഉപയോഗിച്ച് എടുക്കുക. എന്നിട്ട് ഇവിടെ ആർക്ക് വരച്ച് മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് സ്ക്വയർ വരയ്ക്കാം. ഇനി തേർഡ് മെത്തേഡും പൈതോറസ് തിയറം തന്നെയാണ്. ഇവിടെ നമ്മൾ ആദ്യം എടുക്കുന്ന ബി സി 2 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ഡ്രോ ബി സി 2 സെൻറ്റിമീറ്റർ. ബിയിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിനുശേഷം സിയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ എടുത്ത് ഈ പെർപെൻഡിക്കുലർ ലൈൻ കട്ട് ചെയ്യുന്നു. ബി സി 2 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ബിയിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. യൂസിങ് കോമ്പസ് ടേക്ക് 3 സെൻറ്റിമീറ്റർ ആൻഡ് കട്ട് ദിസ് പെർപെൻഡിക്കുലർ ലൈൻ. ആ പോയിന്റ് എ ആയിരിക്കും. അതായത് എ സി 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എ ബി എന്തായിരിക്കും? ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ എ ബി സ്ക്വയർ എ സി സ്ക്വയർ മൈനസ് ബി സി സ്ക്വയർ ആയിരിക്കും പൈതോറസ് തിയറം. എ സി സ്ക്വയർ 3 സ്ക്വയർ, ബി സി സ്ക്വയർ 2 സ്ക്വയർ, 9 മൈനസ് 4 5 ആയിരിക്കും. എ ബി സ്ക്വയർ 5 ആയിരിക്കും. അപ്പോൾ എ ബി എന്തായിരിക്കും? എ ബി സ്ക്വയർ റൂട്ട് 5 ആയിരിക്കും. ഇനി ഈ സൈഡ് കോമ്പസ് ഉപയോഗിച്ച് ആർക്ക് വരച്ച് നമുക്കൊരു സ്ക്വയർ ആക്കി മാറ്റാം. സ്ക്വയർ റൂട്ട് 5 സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ നിർമ്മിക്കുക. സ്ക്വയറിൻ്റെ ഏരിയ സ്ക്വയർ റൂട്ട് ഓഫ് 5 ഹോൾ സ്ക്വയർ, അതായത് 5 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓൾ ദീസ് ആർ റഫ് ഡയഗ്രാംസ് ഉള്ളി. യൂസിങ് ദീസ് ഐഡിയാസ് you have to draw the original diagrams. Hope that you understood the methods. Let us meet in next class. Okay, bye.